Hi, I'm Samiha from Jovi's Perfect Academy. So, ഇന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മൾ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരാളോടായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയും ചോദിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി ലൈഫ് ഒരു കോൺവെർസേഷനാണ് ബേസ്ഡ് ഓൺ എ ജേർണി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ത്രൂ ദി ജേർണി നമ്മൾ ആ ട്രെയിനിൽ എങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് സീറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ത്രൂ ദി ജേർണി അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടുഡേ ഈസ് വി ആർ ഷെയറിങ് വിത്ത് എ ഡെയിലി കോൺവെർസേഷൻ. സോ ഇന്ന് ഞാൻ ഫസ്റ്റ് പറയുന്നത് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വി ഓൾറെഡി ഒരു സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രെയിനിൽ പോവുക അല്ലേ? സോ നമ്മളെ സീറ്റിലേക്ക് പോകുമ്പോൾ ഒരാളവിടെ ഇരിക്കുകയാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. സോ അപ്പോൾ അയാളോട് നമ്മൾ പറയുകയാണ്, ഹലോ, ഇത് എൻ്റെ സീറ്റാണ് എന്നുള്ളത് അല്ലേ? സോ നമ്മളത് ഡയറക്റ്റ് അവിടെ പോയിട്ട് പറയും, ഭയങ്കര പൊളൈറ്റായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുക അല്ലേ? സോ അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇംഗ്ലീഷിലാക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക? ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മളെങ്ങനെയായിരിക്കും പറയുക? എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് മൈ സീറ്റ് എന്ന് പറയാം. അതായത് അവരുടെ ശ്രദ്ധ നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സ്ക്യൂസ് മീ എന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശ്രദ്ധ കിട്ടാൻ അല്ലെങ്കിൽ അവരൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വേർഡ് ഫ്രേസ് യൂസ് ചെയ്തു. ഇനി ഈ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് ഇനി മാത്രമേ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഇപ്പോൾ വേറെ കാര്യങ്ങൾക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ സോറി പറയുന്നതിന് പകരമായിട്ട് നമുക്ക് എക്സ്ക്യൂസ് മീ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയർ നീക്കുകയാണ്, അപ്പോൾ ഒരാളുടെ മേത്ത് കൊണ്ടു എന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സോറി എന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായില്ല, അപ്പോൾ അയാളോട് ഒന്നും കൂടി പറയാനായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടി പറയാനായിട്ടാണ് നമ്മളവിടെ എക്സ്ക്യൂസ് മീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എക്സ്ക്യൂസ് മീ, എന്നിട്ട് അവരോട് പറഞ്ഞു ദിസ് ഈസ് മൈ സീറ്റ്, ഇത് എൻ്റെ സീറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളോട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നത് സോറി പറയും അല്ലേ, ഇവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ അവരതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക? ഐ എം സോറി, ഐ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സീറ്റ്. സോറി കേട്ടോ, ഞാൻ അടുത്ത സീറ്റിലേക്ക് മാറിക്കോളാം എന്ന് പറയുന്നു. ഐ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സീറ്റ് എന്ന് പറയാം. ഇനി ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിലൊരു പ്രായമായ ആൾക്കാരാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഉദ്ദേശിക്കാം അല്ലേ, സാരില്ല, നിങ്ങളവിടെ ഇരുന്നോളൂ, ഞാൻ അടുത്ത സീറ്റിലേക്ക് മാറിയിരുന്നോളാം എന്ന് പറയാം അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇഫ് യു വാണ്ട് ദിസ് സീറ്റ് ഐ വിൽ ടേക്ക് ദ നെക്സ്റ്റ് സീറ്റ് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല എന്ന് നമുക്ക് ആദ്യം പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ സീറ്റ് വേണമെങ്കിൽ ഇവിടെ ഇരുന്നോളൂ, ഞാൻ അടുത്ത സീറ്റിൽ ഇരുന്നോളാം. ഇഫ് യു വാണ്ട് ദിസ് സീറ്റ് ഐ വിൽ ടേക്ക് ദ നെക്സ്റ്റ് സീറ്റ് എന്ന് പറയാം. ഇനി ഈ ഇഫ് എന്ന് പറയുന്ന സംഭവം നമ്മളിവിടെ യൂസ് ചെയ്തു. നിങ്ങൾക്കിവിടെ ഈ സീറ്റ് വേണമെങ്കിൽ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഇഫിന് പകരമായിട്ട് ഇൻ കേസ് എന്നാലും യൂസ് ചെയ്യാം. അഥവാ എന്നാണ് അതിൻ്റെ മലയാളം മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇൻ കേസ് യു വാണ്ട് ദ സീറ്റ് ഐ വിൽ ടേക്ക് ദ നെക്സ്റ്റ് സീറ്റ്. സാരിയില്ല, അഥവാ നിങ്ങൾക്ക് ഈ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോളൂ, ഞാൻ അടുത്ത സീറ്റിൽ ഇരിക്കാം. ഇൻ കേസ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഇനി നമ്മൾക്കതിനെ കുറച്ചും കൂടിയും ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അടുത്ത സീറ്റിൽ ഇരുന്നോളാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ പറയാം, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇൻ കേസ് യു വാണ്ട് ദിസ് സീറ്റ് ഐ എം ഹാപ്പി ടു ടേക്ക് ദ നെക്സ്റ്റ് സീറ്റ് എന്ന് പറയാം. ഐ എം ഹാപ്പി എന്ന് പറയാം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമില്ല, അടുത്ത സീറ്റിൽ ഞാൻ ഇരുന്നോളാം എന്ന് പറയാം അല്ലേ? സോ സാധാരണ നമ്മളിത് പ്രായക്കാരൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ പറയാറ് അല്ലേ? സോ ഇങ്ങനെ നമ്മൾക്ക് ഒരാളോട് പറയാവുന്നതാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും താങ്ക് യു എന്ന് പറയും. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, താങ്ക് യു അല്ല താങ്ക് യു, അർത്ഥത്തിൻ്റെ തായാണ് കേട്ടോ, താങ്ക് യു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് താങ്ക് യു അവർ നമ്മളോട് പറയും അല്ലേ? സോ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ളൊരു സീറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ വരാം. ആൻഡ് ഇനി
ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഭയങ്കര വലിയ ലോങ് ജേർണിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ദീർഘയാത്രയ്ക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ബോറൊക്കെ അടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പാസഞ്ചേഴ്സിനായിട്ട് കമ്പനി ആവാറുണ്ട് അല്ലേ. സോ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത്, അങ്ങനെ ഒരു കമ്പനി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാ, നെയിം പറയും, ഹായ് പറയും, ദെൻ നമ്മളെ നെയിം പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ. സോ ഫസ്റ്റ് നമ്മൾക്ക് ഹായ് പറയാം, എന്നിട്ട് ഐ എം സമീഹ. ഇപ്പോൾ ഞാനാണ് പറയുന്നതെങ്കിൽ ഐ എം സമീഹ എന്ന് പറയാം. സോ വി ആർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് വിത്ത് അവർ നെയിം, അങ്ങനെ പറയാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവരോട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം, ഇപ്പോൾ നമ്മൾ കൊച്ചിക്ക് പോകുന്നൊരു ട്രെയിനിലാണ് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ കൊച്ചി വരെ പോകുന്നവരായിരിക്കില്ല, മേ ബി പകുതി വെച്ചിട്ട് ഇറങ്ങുന്നവരായിരിക്കാം. സോ നമ്മൾക്ക് അതറിയില്ല അല്ലേ. സോ നമ്മൾ എങ്ങനെ ചോദിക്കണം, ആർ യു ട്രാവലിംഗ് ടു കൊച്ചി എന്ന് ചോദിക്കാം. ആർ യു ട്രാവലിംഗ് ടു കൊച്ചി, നിങ്ങൾ കൊച്ചിയിലേക്കാണോ ട്രാവൽ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ അവർ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെന്ത് പറയും, യെസ് ഐ എം, അങ്ങനെ പറയാം, യെസ് ഐ എം എന്ന് പറയാം, അതെ എന്ന് പറയാം. ഇനി യെസ് ഐ എം ട്രാവലിംഗ് ടു കൊച്ചി എന്നാലും പറയാം. പിന്നെ അത്രയും നീട്ടി വലിച്ച് വലുതാക്കണമെന്നൊന്നുമില്ല, യെസ് ഐ എം എന്ന് പറഞ്ഞാലും മതി. ആൻഡ് അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ തിരിച്ച് ആർ യു ട്രാവലിംഗ് ടു കൊച്ചി എന്ന് നമ്മൾക്ക് തിരിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ആൻഡ് യു എന്ന് ചോദിച്ചാലും മതി. ഓക്കെ, ജസ്റ്റ് ഒരു ഷോർട്ട് ഫോം ആയിട്ട് ആൻഡ് യു, നിങ്ങളോ എന്ന് ചോദിക്കാം. ആൻഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ഹൗ അബൌട്ട് യു എന്ന് ചോദിക്കാം. നിങ്ങൾ എങ്ങോട്ടാണ് എന്നുള്ള രീതിയിൽ ഹൗ അബൌട്ട് യു അല്ലെങ്കിൽ ആൻഡ് യു എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് തിരിച്ച് അവരെങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ, ഞാനിപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ ഇറങ്ങുകയാണ്, ഞാൻ തൃശ്ശൂർ ഇറങ്ങുകയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ഓഫ് അറ്റ് തൃശ്ശൂർ എന്ന് പറയാം. ഗെറ്റ് ഡൗൺ എന്ന് പറയരുത്, ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഗെറ്റ് ഡൗൺ യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ട്രെയിനിലാവട്ടെ, പ്ലെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു സേ ഗെറ്റ് ഓഫ് എന്ന് വേണം പറയാൻ. ഐ വിൽ ഗെറ്റ് ഓഫ് അറ്റ് തൃശ്ശൂർ എന്ന് പറയാം. ഇനി കെയർ ആണെങ്കിലോ, ഐ വിൽ ഗെറ്റ് ഓൺ ദ പ്ലെയിൻ അറ്റ് കൊച്ചി. ഇപ്പോൾ കൊച്ചിയിൽ പ്ലെയിനിലേക്ക് കയറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാം ഐ വിൽ ഗെറ്റ് ഓൺ ദ പ്ലെയിൻ അറ്റ് കൊച്ചി. അല്ലെങ്കിൽ ബസ്സിലാണെങ്കിലോ ഐ വിൽ ഗെറ്റ് ഓൺ ദ ബസ്, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ഓൺ ദ ട്രെയിൻ. സോ അങ്ങനെ യൂസ് ചെയ്യും, ഗെറ്റ് ഓൺ യൂസ് ചെയ്യും. അപ്പോൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഓഫും, കെയർ ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഓണും യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ കുറേ നേരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു പാസഞ്ചർ, നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന മെയ്റ്റിനോട് നമ്മൾ ചോദിക്കും നിങ്ങൾക്കിത് വേണോ എന്ന്. ഇപ്പോൾ സാധാരണ നമ്മൾ ചിപ്സൊക്കെ കഴിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അവർക്കും കൂടി ഇത് ഓഫർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചോദിക്കാം, വുഡ് യു ലൈക്ക് സം ചിപ്സ് എന്ന് ചോദിക്കാം. ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വുഡ് യു ലൈക്ക് സം ചിപ്സ്, അതായത് വുഡ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതേപോലെ തന്നെ എന്തിനോടായാലും, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വെള്ളം വേണോ, നിങ്ങൾക്ക് വെള്ളം വേണോ എന്ന് ഓഫർ ചെയ്യാം. വെള്ളം ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വുഡ് യു ലൈക്ക് സം വാട്ടർ എന്ന് ചോദിക്കാം. വുഡ് യു ലൈക്ക് സം ടീ എന്ന് ചോദിക്കാം. സോ അപ്പോൾ ഈ രീതിയിൽ എന്ത് ഓഫേഴ്സ് ആയാലും, നോട്ട് ഓൺലി ഇൻ ട്രാവലിംഗ്, നമ്മൾ ആരോടായാലും ഓഫേഴ്സ് ഇത് നിങ്ങൾക്കും വേണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഓഫർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കയറിപ്പോയിട്ട് ഫുഡൊന്നും കഴിക്കില്ല അല്ലേ, വാങ്ങില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, താങ്ക് യു പറയും ആദ്യം അല്ലേ. നമ്മളിപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, ഐ ജസ്റ്റ് ഹാഡ് മൈ ഫുഡ് എന്ന് പറയാം. ഫുഡല്ല, ഫുഡ്. സോ ഞാനിപ്പോൾ തന്നെ ഫുഡ് കഴിച്ചതേ ഉള്ളൂ എന്ന് പറയാം, ഐ ജസ്റ്റ് ഹാഡ് മൈ ഫുഡ് എന്ന് പറയാം. താങ്ക് യു പറഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം പറയാൻ. അപ്പോൾ എന്താവും, കുറച്ചും കൂടി പൊളൈറ്റായിട്ട് അത് അവർക്ക് തോന്നും, കുറച്ച് ഹാപ്പി ആവുകയും ചെയ്യും. ഓഫർ ചെയ്തത് നമ്മൾ ഒറ്റയടിക്ക് റെഫ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. സോ റെഫ്യൂസ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് ഈ പറയുന്നത്. ഫസ്റ്റ് താങ്ക് യു പറഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ ഫുഡ് കഴിച്ചതേ ഉള്ളൂ, ഐ ജസ്റ്റ് ഹാഡ് മൈ ഫുഡ് എന്ന് പറയാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയുന്നത് നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, അവരവരുടെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്ലീസ് ക്യാരി ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തോളൂ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്ലീസ് ക്യാരി ഓൺ അല്ലെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് എന്നൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ യെസ് ആൻഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇതിലിപ്പോൾ
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് ലൈക്ക് ഇപ്പോൾ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായിടത്തും മലയാളീസ് ആവണം എന്നില്ല അല്ലേ. സോ വേറെ ഭാഷകളുള്ളവർക്ക് ഉണ്ടാവാം. സോ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നത് ഒരു ഇംഗ്ലീഷാണ്. സോ നമ്മൾക്ക് ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് ഒരു ആസ്ക് ഓഫേഴ്സ് അല്ലെങ്കിൽ എന്താണ് പൊളൈറ്റ് വേയോട് കൂടിയിട്ട് അത് നമ്മുടെ സീറ്റാണ് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾക്കത് പറയാം. ജസ്റ്റ് ഐ എം റിമൈൻഡിങ് യു ദാറ്റ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഞാൻ റിമൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ആദ്യം നമ്മൾ സീറ്റ് ചോദിക്കുമ്പോൾ ആ ഒരു രീതിക്ക് ചോദിക്കുക. എല്ലാവരും ഒരു പൊളൈറ്റ് വേയോട് കൂടി സംസാരിക്കാനുള്ള ഒരു ഇംഗ്ലീഷ് വേ ഓഫ് കോൺവെർസേഷനാണ്. ഡെയിലി കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ ദ ട്രാവലിംഗ്. സോ ഇനിയും ഇതേപോലെ സിനാരിയോസ് റിലേറ്റഡ് വീഡിയോസുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. സോ ബൈ, താങ്ക് യു.